വെൽക്കം ടു ക്യു എ ഫോക്കസ്. ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇപ്പം എക്സ് ക്യൂബ് എടുക്കുന്നിടത്ത് ചിലപ്പം എക്സ് സ്ക്വയർ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ എക്സ് റേസ് ടു 5 ആയിരിക്കും, എക്സ് റേസ് ടു 4 ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചിലപ്പോൾ നമ്പേഴ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള വേരിയേഷനൊക്കെ വരും. പക്ഷേ ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എക്സാമിന് ചോദിച്ചു വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ നോക്കിക്കേ. ഇൻ്റഗ്രേറ്റ് 1/x² + 2x + 2 ഇൻറ്റു dx. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്കിപ്പോൾ ഇവിടെ 2x തന്നിരിക്കുന്നത്. 2xൻ്റെ പ്ലേസിൽ ചിലപ്പം 6x വരാം, അല്ലെങ്കിൽ 8x വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് മാറി വരാം. അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് സ്ക്വയറിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കുക. അതായത് x² + 2x, ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് x + 1² ഫോമിലേക്ക് മാറില്ലേ? നോക്കിക്കേ, ഈ ഡിനോമിനേറ്റർ x² + 2x + 1 വന്നു കഴിഞ്ഞാൽ ഇത് x + 1² ഫോമിലേക്ക് വരില്ലേ? അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 സബ്ട്രാക്ട് ചെയ്യുകയും കൂടി ചെയ്യണം, അല്ലേ? എങ്കിൽ മാത്രമേ വാല്യൂവിന് മാറ്റമൊന്നും വരാതിരിക്കുകയുള്ളൂ. പ്ലസ് അവിടെ ആരുണ്ട്? 2 ഉണ്ട്. ഇനി ഇവിടെ ഇത് ഇത്ര എന്തായിട്ട് മാറും? x + 1² ആയിട്ട് മാറും. ഇവിടെ -1 + 2 എന്തായിട്ട് വരും? +1 ആയിട്ട് വരും. ഓക്കെ, അപ്പം എപ്പോഴും ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് സ്ക്വയറിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കണം. ഇപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് x² + 6x + 2 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതായത് ഇതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്താൽ നമുക്ക് സ്ക്വയറിൻ്റെ ഫോമിലേക്ക് വരും നോക്കണം. നമുക്കറിയാം a + b² എന്ന് പറയുന്നത് a² + 2ab + b² ആണ്, അല്ലേ? അതായത് ഈ തന്നിരിക്കുന്നതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നു അതിൻ്റെ സ്ക്വയറാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് വരേണ്ടത്. ഈ തന്നിരിക്കുന്ന നമ്പറിനെ 6നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരുന്നോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ 2x അല്ലേ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അതാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലും 2b ആണല്ലേ? നമുക്ക് a അങ്ങ് മാറ്റാം. a എന്ന് പറയുന്നത് എക്സിൻ്റെ പ്ലേസിൽ വരുന്നതാണ്. a അങ്ങ് മാറ്റാം. ബാക്കി 2b ആണ്. 2bയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് b കിട്ടും. ആ b² ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് തന്നെ സബ്ട്രാക്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/x + 1² + 1 ഇൻ്റഗ്രൽ dx. നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഇതെന്ന് പറയുന്നത് x² + a² ഫോമിലല്ലേ? x + 1² എന്ന് പറയുന്നത് x² പ്ലേസിലും 1² എന്ന് പറയുന്നത് a² പ്ലേസിലും. 1² 1 തന്നെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് 1/x² + a² ഇൻറ്റു dx ഈസ് ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തായിരുന്നു? x/a + c ആണ്. അങ്ങനെയാണെങ്കിൽ അതേ റിസൾട്ട് നമുക്കിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 1/a എന്ന് പറയുന്നത് 1 ആണ്. 1/1 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. ടാൻ ഇൻവേഴ്സ് x/a, എക്സിൻ്റെ പ്ലേസ് നമുക്കിവിടെ വന്നിരിക്കുന്നത് x + 1 ആണ്. ബൈ a എന്ന് പറയുന്നത് 1 ആണ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലസ് ആര് വരും? സിയും കൂടി വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? tan ഇൻവേഴ്സ്
എക്സ് പ്ലസ് 1 പ്ലസ് സി. കണ്ടോ? അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് ആദ്യം മാറ്റിയെടുക്കുക. എന്ത് ആഡ് ചെയ്താൽ സ്ക്വയർ ആവുമോ അത് തന്നെ സബ്ട്രാക്ട് ചെയ്യുക. ഇനി എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കിട്ടും? ഈ നടുക്ക് വന്നിരിക്കുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നോ അതിൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക. അത് തന്നെ സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ? ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചു വരാറുള്ളതാണ്. പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊന്ന് പാനിക്കാവും, അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ സിമ്പിളാണ്. ഇതേപോലെ കൂടുതൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണേ. ഇപ്പം x² + 2x + 2 ആണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയത്. അതിന് പകരം ഇവിടെ വേറെ നമ്പേഴ്സ് വരുന്നത്, മൈനസ് വരുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് തറവ് ആയിക്കോളും, ക്വസ്റ്റ്യൻ തറവ് ആയിക്കോളും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയേ, ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ആണല്ലേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ x/x+1 x+2 അല്ലേ, കോൺസ്റ്റന്റ് a/x+1 എഴുതി പ്ലസ് b/x+2 എഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് ഇവിടെ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ എയുടെ അടുത്ത് 2 ബ്രാക്കറ്റ് വരും. x+1ൻ്റെ ബ്രാക്കറ്റും വരും, x+2ൻ്റെ ബ്രാക്കറ്റും വരും. അതിനകത്ത് x+1 വരുന്ന ബ്രാക്കറ്റ് ക്യാൻസലായി പോവും. ബാക്കി ആരേ വരത്തുള്ളൂ? x+2 മാത്രമേ വരത്തുള്ളൂ. x = കാര്യം എന്താ, ഇതിൻ്റെ കൂടെ ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ആരില്ല ഡിനോമിനേറ്ററിൽ? x+1 x+2 ഒന്നുമില്ല, ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, a ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഏതാണോ അത് കട്ടായി പോകും, ബാക്കിയുള്ളത് മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതാം. x+2 പ്ലസ് ബിയുടെ കൂടെ എന്ത് ക്യാൻസലായി പോവും? x+2 ക്യാൻസലായി പോവും. ബാക്കി ആര് വരും? x+1 അവിടെ വരും. ക്ലിയർ ആയോ? അതായത് ഡിനോമിനേറ്ററിൽ ഏതാണോ വരുന്നത് അത് കളഞ്ഞിട്ട് മറ്റേത് ഏതാണോ അത് അതിൻ്റെ കൂടെ അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ. ശരിക്കും ചെയ്യുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ളതിന് ഇവിടെ കൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി ഒത്തിരി സ്റ്റെപ്സ് ചെയ്ത് വരുമ്പം പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വരുമ്പോൾ തെറ്റിപ്പോകും എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു എളുപ്പ പണി പറഞ്ഞു തരികയാണ്. ഡിനോമിനേറ്ററിൽ എന്താണോ വരുന്നത് അതിനെ ഞാൻ കളഞ്ഞിട്ട് ബാക്കി എന്താണോ അത് മാത്രം എഴുതുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ x+1 ആയതുകൊണ്ട് അത് എഴുതിയില്ല, x+2 മാത്രം എഴുതി. ഇവിടെ x+2 ആയതുകൊണ്ട് അത് എഴുതിയില്ല, x+1 മാത്രം എഴുതി. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എയും ബിയും കിട്ടണം. എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എയും ബിയും കിട്ടത്തില്ല. ഏതെങ്കിലും ഒന്നിനെ 0 ആക്കിയിട്ട് മാത്രമേ മറ്റേതിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിയെ 0 ആക്കിയിട്ട് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതുപോലെ എ 0 ആക്കിയിട്ട് ബിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് 0 ആയിട്ട് മാറണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? -1 കൊടുത്താൽ മതി അല്ലേ. എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് 0 ആയിട്ട് മാറും. -1 + 1 0 ആയിട്ട് മാറും. അപ്പോൾ എക്സിന് -1 കൊടുക്കുന്നു, ദാറ്റ് ഈക്വൽ ടു a ഇൻറ്റു ഇവിടെ -1 + 2, ഇത് ഫുൾ 0 ആയിട്ട് പോയി അല്ലേ. -1 + 1 0 ആയിട്ട് പോയി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? -1 + 2 എന്ന് പറയുമ്പോഴത്തേക്കും +1 ആണ് a എന്ന് കിട്ടും. അതായത് എക്ക് നമുക്ക് വാല്യൂ കിട്ടി, a = -1. ഓക്കെ, അതേപോലെ ബി കിട്ടണം. ബി കിട്ടണമെങ്കിൽ എയെ 0 ആക്കണം. എയെ 0 ആക്കണമെങ്കിൽ ഇവിടെ ഒരു -2 കൊടുത്താൽ മതി. -2 + 2 0 ആയി പോയിക്കോളും. അപ്പോൾ എക്സിന് എന്താ വാല്യൂ? ഇപ്പം -2 ആണ്. ഇത് 0 ആയിട്ട് പോയി. ബാക്കി ആരാ ഉള്ളത്? ബി അല്ലേ. -2 + 1 -2 + 1 -1 ആണ്. അപ്പോൾ -b വരും അല്ലേ. ഓക്കെ, -b വരും. -2 = -b. അങ്ങനെയാണെങ്കിൽ b = ആരാ? 2. എയും ബിയും കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്കിവിടെ എയും ബിയും ഒക്കെ കിട്ടി. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇൻ്റഗ്രൽ x/x+1 x+2
ഡി എക്സും ആയിരുന്നു. അതിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇൻ്റഗ്രൽ എ ബൈ എക്സ് പ്ലസ് വൺ അല്ലേ, എ ബൈ എക്സ് പ്ലസ് വൺ. എ ബൈ എക്സ് പ്ലസ് വൺ നമ്മളിവിടെ പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് -1 ആണ് കിട്ടിയിരിക്കുന്നത്. -1 ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു ആരുണ്ട്, ഡി എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ ആര് വന്നു, ബി അല്ലേ, ബി എന്ന് പറയുന്നത് 2 ആണ്. 2 ബൈ എ ബൈ എക്സ് പ്ലസ് വൺ, ബി ബൈ എക്സ് പ്ലസ് 2 അല്ലേ. ബി എന്ന് പറയുന്നത് 2 ആണ്. 2 ബൈ എക്സ് പ്ലസ് 2 ആരുണ്ട് ഇവിടെ, ഒരു ഡി എക്സ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ഇൻ്റഗ്രൽ സൈൻ കൊടുത്തേക്കാം. രണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ അല്ലേ, രണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതിയേക്കാം. ഇൻ്റഗ്രൽ എ ബൈ എക്സ് പ്ലസ് വൺ -1 ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ബി ബൈ ബി എന്ന് പറയുന്നത് 2 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു ആരുണ്ട്, ഡി എക്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഓരോന്നിനെയായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. -1 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് അടുത്ത ടേം 2 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമുക്ക് ഈ മൈനസ് സൈനെ അങ്ങ് പുറത്തേക്ക് എടുക്കാം. ഇനി 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ 1 ബൈ യു എന്ന് പറയുന്നത് എന്താ, 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താ, 1 ബൈ എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് ആണ് അല്ലേ, ലോഗ് മോഡ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് 1 എന്നുള്ളത് എന്തായിട്ട് മാറും, ലോഗ് മോഡ് എക്സ് പ്ലസ് 1, ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് ഇവിടെ 2 ഉണ്ട്. 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ആരാ ഉള്ളത്, 1 ബൈ എക്സ് പ്ലസ് 2 അല്ലേ. 1 ബൈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ആരാ, ലോഗ് മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് ആരും കൂടി വരും, കോൺസ്റ്റന്റ് സിയും കൂടി വരും. ക്ലിയർ. 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2 ആണ്, അതിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ക്ലിയർ. ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ഒരു 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് റേഞ്ചിലേക്കൊക്കെ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ -1 to 1 3x² റൂട്ട് ഓഫ് x³ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ തന്നിരിക്കുന്നത് എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇവിടെ പുറത്ത് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നമുക്കിവിടെ പുറത്ത് തന്നിരിക്കുന്നത്. ഇവിടെ x⁴ ആയിരുന്നെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്തായനെ, 4x³ ആയനെ. x⁵ ആണെങ്കിലോ 5x⁴ ആയനെ. x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² അല്ലേ. അതുപോലെ x⁴ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും 4x³. x⁵ ആയിരുന്നെങ്കിലോ 5x⁴. എപ്പോഴും ഇത് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും, അത് നോട്ട് ചെയ്തോണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിക്കണം എന്നില്ല, പവർ ചേഞ്ച് ചെയ്ത് വരാം. നമ്മളിപ്പോൾ x² ചെയ്ത് പഠിക്കുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ x³ x⁵ x⁷ ഒക്കെ വരാം, മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. സെയിം പാറ്റേണിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴും ഈ ഒരു റിലേഷൻ നോട്ട് ചെയ്തോണം കേട്ടോ. ഈ തന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഈ പുറത്ത് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ചെയ്യുന്നത് ഈ
തന്നിരിക്കുന്നത് ഏതാണോ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് 1നെ യു എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x² ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇപ്പം ഇവിടെയുള്ള മൊത്തത്തിൽ അങ്ങ് മാറി അല്ലേ? ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യു കൊടുക്കാം അല്ലേ? റൂട്ട് യു അല്ലെങ്കിൽ യു റേസ് ടു ഹാഫ് എന്ന് എഴുതാം. 3x² ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? ഡി യുവിനെ കൊടുക്കാം. ഇനി എക്സ് ആയിരുന്നപ്പോൾ ഉള്ള ലിമിറ്റാണ് ഈ തന്നിരിക്കുന്നത് -1 to 1 എന്ന്. യു ആയിക്കഴിഞ്ഞപ്പോൾ ലിമിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1 ആണെന്ന് പറഞ്ഞു അല്ലേ? എക്സിൻ്റെ വാല്യൂ -1 ആയിരിക്കുമ്പം എക്സിൻ്റെ വാല്യൂ -1 ആയിരിക്കുമ്പം എക്സ് -1 ആയിരിക്കുന്ന സമയത്ത് യു എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. യു എന്തായിരിക്കും? -1 ക്യൂബ് പ്ലസ് 1. -1 ക്യൂബ് എന്ന് പറയുന്നത് എന്താ? -1 ക്യൂബ് എന്ന് പറയുന്നത് -1 ആണ്. -1 പ്ലസ് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. യു ഈക്വൽ ടു 0 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 1 ആകുമ്പം എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പം യു എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1 ആണോ? അതിനകത്ത് 1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയല്ലേ? 1 പ്ലസ് 1 എന്ത് വരും? 2. അപ്പോൾ -1ന് പകരം നമുക്കിവിടെ 0യും കൊടുക്കാം, 1ന് പകരം 2ഉം കൊടുക്കാം. ക്ലിയർ ആയോ? ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പവർ 1 കൂട്ടണം, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഹാഫ് പ്ലസ് 1 എന്താണോ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയും വേണം. ഹാഫ് പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താണ്? 3/2 ആണ് അല്ലേ? 1 പ്ലസ് 1/2 എന്ന് പറയുന്നത് 3/2. അത് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലും കൊടുത്തു. ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരിക? 0 to 2 ആണ്. നമുക്കിതിനെ അങ്ങ് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ 2/3 വരും അല്ലേ? 3/2 എന്ന് പറയുന്നത് പുറത്തേക്ക് വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/3 എന്ന് വരും. ബാക്കി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 2 ആണ് അല്ലേ? 2 റേസ് ടു യുവിന് പകരം 2 കൊടുത്തു. 2 റേസ് ടു 3/2 മൈനസ് എന്ത് വരും? 0 ആണ്. 0 റേസ് ടു എന്ന് വരും. നമ്മളത് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2/3 ഇൻറ്റു 2 റേസ് ടു 3/2. കേട്ടോ? അതായത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണോ ഇത് നോക്കുക. ഇതിനകത്ത് തന്നിരിക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യു കൊടുത്തു, ടി കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. ടി കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ലിമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് എക്സിന് -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ യു എന്ത് കിട്ടുമെന്ന് നോക്കുക. എക്സിന് +1 ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കുക. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ശരിക്കും റൂള് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. നമ്മളിവിടെ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാ? -0 റേസ് ടു 3/2 എന്ന് വരും. അത് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെഴുതി? 2/3 2 റേസ് ടു 3/2. ഓക്കെ, ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും പറയുകയാണ്, ചെയ്ത് പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആണ്. 1/x ഇൻറ്റു എക്സ് റേസ് ടു 5 + 1. ഇതും ഇപ്പം എക്സ് റേസ് ടു 5 ആണ് തന്നിരിക്കുന്നത്. എക്സ് റേസ് ടു 5ന് പകരം എക്സ് റേസ് ടു 6 വരാം, 3 വരാം, 4 വരാം, 7 വരാം. ഏത് നമ്പർ വേണമെങ്കിലും തന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പവർ ചേഞ്ച് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം.
ഏത് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പാറ്റേണിൽ നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അതായത് x ഇൻറ്റു എക്സ് റൈസ് ടു 5 പ്ലസ് 1 ആണ് അല്ലേ, 1/dx ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ എക്സ് റൈസ് ടു 5 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 5x റൈസ് ടു 4 ആണോ? 5x റൈസ് ടു 4 ആണ് അല്ലേ? പക്ഷെ ഇവിടെ x റൈസ് ടു 4 എന്ന് പറയുന്ന സംഭവം നമുക്കിവിടെ തന്നിട്ടില്ല. 5x റൈസ് ടു 4 ഇൻറ്റു dx ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. d/dx ഓഫ് x റൈസ് ടു 5 എന്ന് പറയുന്നത് 5x റൈസ് ടു 4 ഇൻറ്റു dx ആണ്. പക്ഷെ x റൈസ് ടു 4 നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കുക. ആ ഡെറിവേറ്റീവ് വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ മുകളിലൊരു എക്സ് റൈസ് ടു 4 വരും. ഓക്കെ, ഒരു dx വരും. താഴെ ആര് വരും? ഒരു ഇവിടെ എക്സ് ഉണ്ട്, എക്സ് റൈസ് ടു 4 കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? എക്സ് റൈസ് ടു 5 ആയിട്ട് മാറും. ബ്രാക്കറ്റിനകത്ത് ആരുണ്ട്? എക്സ് റൈസ് ടു 5 ഉണ്ട് പ്ലസ് 1 ഉണ്ട് ഇൻറ്റു dx. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് റൈസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ? തന്നിരിക്കുന്നത് ചേഞ്ച് ആവുന്നില്ല. മുകളിലും എക്സ് റൈസ് ടു 4, താഴെയും എക്സ് റൈസ് ടു 4 വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞാലോ താഴെ ഒരു എക്സ് വരും, മുകളിൽ ഒന്നുമില്ല അല്ലേ, മാറ്റമൊന്നും ഇല്ലല്ലോ. ക്ലിയർ? dx ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്കിതിനെ സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എക്സ് റൈസ് ടു 5ന് യു എന്ന് കൊടുക്കുന്നു. എക്സ് റൈസ് ടു 5 ഈസ് ഈക്വൽ ടു യു. അങ്ങനെയാണെങ്കിൽ 5x റൈസ് ടു 4 ഇൻറ്റു dx ഈക്വൽ ടു du എന്ന് വരും. ഓക്കെ ആണോ? പക്ഷെ ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു 4 ഇൻറ്റു dx മാത്രമല്ലേ ഉള്ളൂ, 5 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് മാത്രം എന്താണെന്നുള്ളത് നോക്കാം. 1/5 ഇൻറ്റു du എന്ന് വരും. ശരിയാണോ? ഈ 5ന് ഇപ്പുറത്തോണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു, അത്രയും മാത്രം. ഇനി ഇത് നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 ഇൻറ്റു dxന് പകരം നമുക്ക് du/5 എന്ന് ഇട്ട് കൊടുക്കാം. ബൈ എക്സ് റൈസ് ടു 5ന് പകരം യു വരും, ഇവിടെയും u+1 വരും. ഓക്കെ ആണോ? ഇതിനകത്തൊരു 1/5 അങ്ങ് പുറത്തേക്ക് എടുക്കാമല്ലോ. ബാക്കി ആരാ ഇനിയുള്ളത്? du/u ഇൻറ്റു u+1. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഇതെന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ, തൊട്ട് മുമ്പ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ വരുന്ന ടൈപ്പാണ്. എയും ബിയും കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യണം. ഇതുപോലെ എയും ബിയും കൊടുത്ത് നമ്മളിതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു 1/5 ഇവിടെ ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ളതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ളതിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും 1/u ഇൻറ്റു u+1 ഈക്വൽ ടു a/u പ്ലസ് b/u+1. നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ യു ഉണ്ട്, അതുകൊണ്ട് യു എഴുതണ്ട, കൂടെയുള്ള ആളിനെ മാത്രം എഴുതിയാൽ മതി. മറ്റേ ടേം ഏതാണോ അത് മാത്രമായിട്ട് എഴുതിയാൽ മതി. പ്ലസ് ബി
യു പ്ലസ് 1 ഉണ്ട്, അപ്പോൾ അത് ക്യാൻസലായി പോവും. ബാക്കി ആര് വരും? യു വരും. പിന്നെ ഇവിടെ ഇനി ആരാ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ. ഇനി എയും ബിയും കിട്ടണം. എ കിട്ടണമെങ്കിൽ ബിയെ 0 ആക്കണം. ബിയെ 0 ആക്കുക മീൻസ് യു 0 ആക്കുക അല്ലേ? 1 ഈക്വൽ ടു എ ഇൻറ്റു യു 0 ആണ്. 0 പ്ലസ് 1, ഇത് 0 ആകുമ്പോൾ ഫുൾ 0 ആയിട്ട് അങ്ങ് മാറും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് 0 ആയിട്ട് മാറണം? എ 0 ആയിട്ട് മാറണം. എ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു -1 കൊടുത്താൽ പോരെ? -1 + 1 0 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് യുവിന് -1 കൊടുക്കാം. ഇതങ്ങ് 0 ആയി പോവും. ബാക്കി ആരെയാ ഉള്ളത്? ബി ഇൻറ്റു -1 ആണ്. ദാറ്റ് ഈക്വൽ ടു -b. അല്ലെങ്കിൽ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ബി ഈക്വൽ ടു -1. ഇനി നമുക്ക് നമ്മുടെ ഇൻ്റഗ്രലിലേക്ക് തിരിച്ചു വരാം. 1/5 ഉണ്ടായിരുന്നു, അതവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ നമുക്കിപ്പോൾ ആരെയൊക്കെ കിട്ടി? a/u അല്ലേ? എ എന്ന് പറയുന്നത് 1 ആണ്. 1/u പ്ലസ് ബി എന്ന് പറയുന്നത് -1 ആണ് u + 1 ഇൻറ്റു ആരാ? dx ആണ്. 1/5 അവിടെ തന്നെ കിടന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ബാക്കി ഇൻ്റഗ്രൽ 1/u ഇൻറ്റു du മൈനസ് ഇൻ്റഗ്രൽ 1/, ഈ മൈനസ് ആണേ, 1/u + 1 ഇൻറ്റു du. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ. 1/5 കോമൺ, അതവിടെ കിടന്നോട്ടെ. 1/x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് x. അപ്പം 1/u du എന്ന് പറയുന്നത് ലോഗ് മോഡ് u. ഇവിടെ ആര് വരും? ലോഗ് മോഡ് u മൈനസ് ലോഗ് മോഡ് u + 1 പ്ലസ് ആരും കൂടി ഉണ്ട്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സിയും കൂടി ഉണ്ട്. കഴിഞ്ഞില്ല. 1/5 ലോഗ് u എന്ന് പറയുന്നത് ആരായിരുന്നു? നോക്കിക്കേ, x⁵5 ആണല്ലേ? ലോഗ് x⁵5 + 1 പ്ലസ് ആരുണ്ട്? സി ഉണ്ട്. കണ്ടോ? ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. അതായത് നമ്മൾ ഈ എടുത്ത വാല്യൂസ് ഇത് തന്നെ വരണമെന്നില്ല. x × x⁵5 + 1. അതിന് പകരം എന്ത് ചോദിക്കാം? x × x⁴ + 1 വരാം, x × x�6 + 1 വരാം, x × x�7 + 1 വരാം, x × x�11 + 1 വരാം. ഏത് വാല്യൂ ആണെങ്കിലും വരാം. ചെയ്യുന്ന മെത്തേഡ് ഒന്ന് തന്നെ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. തന്നിരിക്കുന്നതിന് i എന്നെടുത്തു. 0 to π/2 4x plus cos⁴x. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to a fx dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to a f of a minus x ഇൻറ്റു dx-ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിവിടെ എക്സിൻ്റെ പ്ലേസിലെല്ലാം എന്ത് കൊടുക്കാം? എ എന്ന് പറയുന്നത് π/2 ആണല്ലേ? π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കാമല്ലോ. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin⁴ π/2 മൈനസ് എക്സ് ബൈ sin⁴ π/2 മൈനസ് എക്സ്
പ്ലസ് കോസ് റേസ് ടു 4 പൈ ബൈ 2 മൈനസ് എക്സ് ദാറ്റ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2. ഇനി ഇവിടെ പൈ ബൈ 2 മൈനസ് എക്സ് വരുമ്പോൾ ഇത് എന്തായിട്ട് മാറും? കോസായിട്ട് മാറും അല്ലേ? കോസ് റേസ് ടു 4 എക്സ് ബൈ താഴെ ഇതെന്തായിട്ട് മാറും? കോസായിട്ട് മാറും. ഇവിടെയോ സൈനായിട്ട് മാറും അല്ലേ? ഓക്കെ, ഇതിന് നമ്മൾ അയിന്ന് കൊടുത്തു. ഇത് 1, ഇത് 2. നമ്മളിവിടെ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുകയാണ്. 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐയും അല്ലേ? ഇവിടെ ഒരു ഐ ഉണ്ട്, ഇതും ഒരു ഐ ഉണ്ട്. ഐയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2i എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ സൈൻ റേസ് ടു 4x കോസ് റേസ് ടു 4x ആണ്. ഇവിടെയും കോസ് റേസ് ടു 4x സൈൻ റേസ് ടു 4x രണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ന്യൂമറേറ്റർ ഇവിടെ സൈൻ റേസ് ടു 4x കോസ് റേസ് ടു 4x അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആരുണ്ട് ഇതിൻ്റെ കൂടെ? ഒരു dx ഉണ്ട്. ഇത് ഫുൾ ക്യാൻസലായി പോകുമല്ലോ അല്ലേ? ബാക്കി നമുക്ക് എന്താ കിട്ടിയ? ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 dx. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താലോ x വരും, ലിമിറ്റ് 0 ടു പൈ ബൈ 2 അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ത് വരും? പൈ ബൈ 2. -0 ആണ് വരുന്നത്, അത് എഴുതണ്ട. ഇതെന്ന് പറയുന്നത് 2i അല്ലേ? അങ്ങനെയെങ്കിൽ i ഈക്വൽ ടു എന്തെന്ന് വരും? പൈ ബൈ 4. പൈ ബൈ 4. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ്റഗ്രേറ്റ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതും സാധാരണ കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നോട്ട് ചെയ്തേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 2x. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? യു എന്ന് കൊടുക്കാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇതിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യു ആണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പം 2x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് വരും. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇൻ്റഗ്രൽ 2x ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു കൊടുക്കാം. ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം യു കൊടുക്കാം. 1 ബൈ യു ഇൻറ്റു ഡി യു. 1 ബൈ യു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് മോഡ് യു പ്ലസ് സി. ഇനി ലോഗ് മോഡ് യു എന്ന് പറയുന്ന ആരാ? 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് പ്ലസ് സി. അത്രയേ ഉള്ളൂ. കണ്ടോ? അതായത് തന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തേക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതെടുത്ത് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ടിലേക്ക് തിരിച്ചും കൂടി വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ യു ഇട്ട് എഴുതി, എന്നിട്ട് അത് മാറ്റിയിട്ട് എന്തായിട്ട് എഴുതണം? എക്സിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതുക. അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഡെറിവേറ്റീവ്സ് പഠിച്ച ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ്
എക്സ് സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? യു ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√(1 - x സ്ക്വയറും ഡി എക്സും വരും. അത് ആർക്ക് ഈക്വലാണ്? ഡി യുവിന് ഈക്വലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം യു ഇട്ട് കൊടുത്തു. ഡി എക്സ് ബൈ 1 - x സ്ക്വയർ, ഡി എക്സ് ബൈ 1 - x സ്ക്വയർ. അതിന് പകരം എന്ത് വരും? ഡി യു. യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പവർ 1 കൂട്ടുക, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക അല്ലേ? u⁻1 ആണ്. ഒന്നും കൂടി കൂട്ടുമ്പോൾ u⁻2 ആയിട്ട് മാറും. ബൈ 2 പ്ലസ് സി. ഇനി u⁻2 എന്ന് പറയുമ്പം യു ആരായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു അല്ലേ? സ്ക്വയർ ബൈ 2 പ്ലസ് സി. കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതേ പാറ്റേണിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇൻ്റഗ്രേഷൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. നോക്കാൻ മറന്നു പോകരുതേ, നോക്കിക്കോണം കേട്ടോ, ചെയ്തോണേ. അറിയാമല്ലോ, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഒരു മെയിൻ പാർട്ടാണ്. നമ്മുടെ +2ൻ്റെ മെയിൻ ടോപ്പിക്സ് ആണ്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കിൽ ഒരിക്കലും നമ്മൾ എത്തിച്ചേരില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുന്നതാണ് നല്ലത്. ഒത്തിരി ടഫാന്നൊക്കെ വിചാരിച്ചൊന്നും ഇരിക്കണ്ട, പതുക്കെ ചെയ്ത് വന്നാൽ മതി. പിന്നെ അങ്ങ് പ്രാക്ടീസ് ആയിക്കോളും, എളുപ്പമായിക്കോളും. നമ്മളിങ്ങനെ ക്ലിയർ ആയിട്ട് പഠിക്കാതെ നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ എല്ലാം കൂടി ഭയങ്കര കൺഫ്യൂഷനായിട്ടും ടഫായിട്ടും ഒക്കെ തോന്നുന്നത്. കുറച്ചിങ്ങനെ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് നമ്മളെത്തും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകരുതേ. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.